സിമ്പിൾ ഡിപി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചേമ്പിൻ്റെ തണ്ട് കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം. ഇത് വളരെയധികം നല്ലതാണ്. ചേമ്പിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇത് നമ്മുടെ നാട്ടിലുള്ള നാടൻ ചേമ്പാണ്. ഇനി നമുക്ക് ചേമ്പിൻ തണ്ട് വൃത്തിയാക്കിയെടുക്കാം. അത് എങ്ങനെയാണ് വൃത്തിയാക്കിയെടുക്കേണ്ടത് എന്ന് നോക്കാം. ഇലയുടെ അടിയിൽ നിന്ന് മുറിച്ചെടുത്ത ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇനി ഇതിൻ്റെ തോല് പൊളിച്ചെടുക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഇങ്ങനെ പിടിച്ചു വലിച്ചാൽ ഇതിൻ്റെ തോല് മാറ്റിക്കളയാം. തോല് കളഞ്ഞ ശേഷമാണ് തോരൻ ഉണ്ടാക്കേണ്ടത്. ഇതിൻ്റെ തണ്ടുകൊണ്ട് പല രീതിയിലുള്ള കറികളും ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ തോല് കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇത് നമുക്ക് ചെറുതായി മുറിച്ചെടുക്കാം. ഇത് അറിയാത്ത പുതുതലമുറക്കാർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇത് ശരീരത്തിന് വളരെയധികം നല്ല ഒരു വെജിറ്റബിളാണ്. അതുകൊണ്ട് ഇതാരും നശിപ്പിച്ച് കളയാതെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. മുഴുവനും ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒതുക്കിയെടുക്കാം. പാൻ വെച്ച് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാളയുടെ പകുതി ഭാഗം മുറിച്ച് ഇട്ട് കൊടുക്കാം. ഒരു 5-6 കാന്താരി മുളകും മുറിച്ചിട്ട് കൊടുക്കാം.
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചേമ്പിൻ തണ്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. കാണുമ്പോൾ കുറേയുണ്ടെങ്കിലും വെന്ത് കഴിഞ്ഞാൽ കുറച്ച് മാത്രമേ ഉണ്ടാകൂ. ഇനി 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി ചേർക്കാം. അതിനുശേഷം ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച ചെറുപയർ ഇട്ട് കൊടുക്കാം. ചെറുപയർ ഇടാതെയും ഈ തോരൻ ഉണ്ടാക്കാം. ഇതൊന്ന് ഒതുക്കിയെടുക്കാം. ഒതുക്കിയ തേങ്ങയും ജീരകവും ഇട്ട് കൊടുക്കാം. തേങ്ങയും ജീരകവും പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കാം. മരുന്നടിച്ച പച്ചക്കറികൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കാതെ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി കഴിക്കണം. ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം. നിങ്ങളുടെ വീട്ടിൽ ചേമ്പുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇതെല്ലാം പഴയ കാലത്തുള്ള റെസിപ്പികളാണ്. ഇതെല്ലാം ഉണ്ടാക്കി കഴിച്ചാലേ ഇതിൻ്റെ സ്വാദ് അറിയുകയുള്ളൂ. ഇത് വെള്ളമൊഴിക്കാതെ ഇളക്കിയെടുത്താണ് തോരൻ ഉണ്ടാക്കേണ്ടത്. ഇനി പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ പൊട്ടിത്തുടങ്ങുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് മാറ്റി വയ്ക്കാം. ഇത് തോരൻ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം പാചകം വിളമ്പുമ്പോൾ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇത് ഇടയ്ക്കിടെ കടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അത് ഒരു സ്വാദ് തന്നെ ആണ്. അരി വറുത്തത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.
കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.